ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ ഞങ്ങളോട്? എന്റെ പേര് നിഷ കെ ഹമീദ് എന്നാണ്. എന്റെ സ്ഥലം തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലയില്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എയർലൈൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിരുന്നു. ജെറ്റ് എയർവേസിന്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. 5 വർഷം മുമ്പ് എന്റെ അമ്മയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായ സമയത്ത് എനിക്കെന്റെ ജോലി റിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ ആ റിസൈൻ ചെയ്യുന്ന സമയത്ത് 50,000, അതായത് 1,00,000 രൂപ സാലറി ഉള്ള സമയത്താണ് അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ഒന്നും ചിന്തിക്കാതെ എന്റെ ജോബ് ഞാൻ റിസൈൻ ചെയ്തത്. അതിനുശേഷം അമ്മയുടെ അസുഖമൊക്കെ ഭേദമായി. എന്ത് ചെയ്യണമെന്ന് മറ്റെന്തെങ്കിലും ഒരു ജോബിനെ കുറിച്ച്, അതായത് എയർലൈൻസിൽ തന്നെ ഞാൻ ഖത്തർ എയർവേസിലും കുവൈറ്റ് എയർവേസിലും ഞാൻ ഇന്റർവ്യൂവിന് പോയി. അവിടെ എനിക്ക് അവർ ഓഫർ ചെയ്ത സാലറി എന്ന് പറയുന്നത് 20,000 താഴെയാണ്. കാരണം ഞാനൊരു 50,000 രൂപ സാലറി വാങ്ങിയ ജോലി റിസൈൻ ചെയ്തിട്ട് വീണ്ടും എയർലൈൻസിലേക്ക് ഞാൻ പോയപ്പോൾ ഞാൻ നേരിട്ട ഒരു കാര്യം അതാണ്. അങ്ങനെ ഹസ്ബൻഡ് വിദേശത്താണ്, ബ്രദേഴ്സ് എല്ലാം വിദേശത്താണ്. പുറത്തൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് പോകാനും സാധിക്കില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കുടുംബ സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നത്. അപ്പൊ അപ്പോഴും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും തോന്നില്ല. കാരണം ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആയിരുന്നിട്ട് ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആവുമോ, ഇതെന്താണ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്നോട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് എനിക്ക് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് ആളിന് എന്തെങ്കിലും ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് അവിടെ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ആദ്യത്തെ DUCD ആയ ജ്യോതിഷ് കുമാർ സാറിന്റെയും എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്ത സുരേഷ് കുമാർ സാറിന്റെ ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. അന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഇതിനകത്തൊരു പ്രോബ്ലം ഇല്ലാന്ന് തോന്നി. കാരണം എന്നെക്കാൾ ഹയറായിട്ട് എന്താ പറയാ പഠിത്തമുള്ള ആളുകൾ, അല്ലെങ്കിൽ അതേപോലെ ഒരു സയന്റിസ്റ്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തി, ഒരു ബിസിനസ്മാൻ ആയിട്ടിരുന്ന വ്യക്തി, ഇവരെല്ലാം ഈ ഒരു പ്രൊഫഷൻ, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ സക്സസ് ആവുന്നുവെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം മാത്രം മതിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി. അതിനുശേഷം ആദ്യത്തെ മാസം തന്നെ, ഫസ്റ്റ് മന്ത് തന്നെ ഞാൻ എൻ്റെ സിൽവർ ലെവൽ അച്ചീവ് ചെയ്ത് ഏതാണ്ട് 27,000 ഇൻകം എനിക്ക് വാങ്ങാനായിട്ട് സാധിച്ചു. 60 ഡേയ്സ് കൊണ്ട് ഞാൻ എയർലൈൻസിൽ വാങ്ങിയ 1,00,000 രൂപ എനിക്ക് ക്രോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓ, താങ്ക് യു മാഡം. ഒറ്റ കാര്യം കൂടി, പല ആളുകളും ഇപ്പൊ ഈ മാഡം പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ചോദിക്കുന്നതേ ഉള്ളൂ. പല ആളുകളും പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് കുറച്ചിങ്ങനെ ഡൗട്ട്സ് ഉണ്ട്, എസ്പെഷ്യലി ബ്യൂട്ടി പ്രോഡക്ട്സ്. അപ്പോൾ ഈ ഒരു എയർലൈൻ മേഖലയിലൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുമല്ലോ. ഈ ബിസിനസ്സിൽ ധാരാളം കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് എല്ലാ ലീഡേഴ്സും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു പ്രോഡക്റ്റിനെ ഉപയോഗിച്ചിട്ടുള്ള മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നല്ല പ്രോഡക്ട്സിന്റെ ഒരു ഗുണത്തെ പറ്റിയൊക്കെ മാഡത്തിനൊന്ന് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും? ഞാൻ ഇതിനകത്ത് പ്രോഡക്റ്റിനെ കുറിച്ച്, അതിന്റെ ഗുണത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ആക്ച്വലി ഈ പ്രോഡക്റ്റ് വാങ്ങിയത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിനൊരു സമാധാനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, നോ പറയണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഞാൻ ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, അതായത് ഒരു സാധാരണ വ്യക്തികളെ അസാധാരണമാക്കുന്ന ലെവലിലേക്ക് വളരാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളർത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ശക്തമായിട്ട് ആ ഒരു 60 ദിവസം ഞാൻ എൻ്റെ സ്പോൺസറുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യമേ ഉള്ളൂ, സാർ എൻ്റെ സാലറി ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എത്ര നാൾ സമയം എടുക്കണമെന്ന് ചോദിച്ചു. ഒരു 90 ഡേയ്സ് ആണ് സാർ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ ഹാർഡ് വർക്കും ആ ഒരു കമ്മിറ്റ്മെന്റും എൻ്റെ ആ ഒരു ഡിസിഷനും, കാരണം എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തത്. അപ്പൊ എനിക്ക് അമ്മയെ തനിച്ചാക്കിയിട്ട് വേറൊരു ജോബിനും ഒന്നിനും പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടൈം ഫ്രീഡം ആണ്, പ്ലസ് ഫിനാൻഷ്യൽ ഫ്രീഡം, പിന്നെ ഹെൽത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇന്ന് 85 ഇയേഴ്സ് ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ബ്ലഡോ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഒരു നോർമൽ പേഴ്സൺ ഉള്ള അതേ അളവുകളാണ്. ഇതിലുള്ള ഫുഡ് സപ്ലിമെന്റ്സും ഉണ്ട്. അപ്പൊ ആക്ച്വലി ഞാൻ ഇതിനകത്തെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഗുണമേന്മ കണ്ടിട്ടല്ല വന്നത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടും വന്നത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എന്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് എന്നോട് നോ പറഞ്ഞു. കാരണം ഫാമിലിയിൽ ഒട്ടുമിക്ക ആൾക്കാരും, എന്റെ ബ്രദേഴ്സ് ഉൾപ്പെടെ വിദേശത്താണ് എല്ലാവരും. അപ്പം ഇത്രയും നല്ലൊരു ജോബ് നീ കളഞ്ഞിട്ട് നിനക്കൊരു ഹോം നേഴ്സിനെ നിർത്തിയാൽ പോരായിരുന്നു അമ്മയെ നോക്കാനായിട്ട്. പക്ഷെ അവിടെ എനിക്ക് എന്റെ അമ്മയായിരുന്നു വലുത് ജോലിയെക്കാളും. അപ്പം എനിക്ക് അവരുടെ മുമ്പിൽ എന്റെ സക്സസ് പ്രൂവ് ചെയ്യണമെന്നുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ തന്നെ വാശിയോടുകൂടി തന്നെ ഞാൻ ഈ ബിസിനസ് ബിൽഡ് ചെയ്ത 5ാമത്തെ മാസമായപ്പോൾ ഞാൻ ഡയമണ്ട് കംപ്ലീറ്റ് ചെയ്തു. 10ാമത്തെ മാസം ഞാൻ ക്രൗൺഷിപ്പും കംപ്ലീറ്റ് ചെയ്തു. ട്രിപ്പുകൾ ഈ ബിസിനസ്സിലൂടെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 5ാമത്തെ
ഇന്നലെ മാസം ഡയമണ്ട് ക്വാളിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഞാൻ ട്രാവൽ ഫണ്ട് അച്ചീവ് ചെയ്ത Achiever ആണ്. ഒരാളാണ്. പക്ഷേ എന്താ പറയാ, ഞാൻ 2020 എനിക്ക് ക്രൗൺ റെക്കഗ്നേഷൻ ഡൽഹി FRU കിട്ടുന്നത്. എന്റെ ഫസ്റ്റ് FRU ആണ് ഡൽഹി പറയൂ. ഡൽഹി FRU. അപ്പൊ ഡൽഹി FRUവിൽ ചെന്നപ്പം മനസ്സിലായ കാര്യം ആക്ച്വലി നമ്മളൊന്നും ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഭയങ്കര ഒരു തീരുമാനത്തോടു കൂടിയാണ് നാട്ടില് നെടുമ്പാശ്ശേരിയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വന്നതുകൊണ്ട് ശരിക്കും അത് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ആ സമയത്ത് പറ്റിയില്ല. ആ ഒരു 2 years ശരിക്കും 1.5 വർഷം 2 വർഷത്തിനകത്ത് ആ കോവിഡിന്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. കാരണം ഞാൻ രാവിലെ കുറച്ച് ഹെൽത്ത് പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് എന്റെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ കാറിനകത്ത് ഹെൽത്ത് പ്രോഡക്ട്സ് കാണും. ഞാൻ എന്താ പറയാ, നമ്മുടെ വെസ്റ്റീജിന്റെ ഒരു നമ്മുടെ ഐഡന്റിറ്റി കാർഡ് എന്റെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഫുൾ ആ ഒരു ടൈമില് എന്റെ ടീമിനെ ഞാൻ ബിൽഡ് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഒരുപാട് സിൽവേഴ്സിനെയും ഗോൾഡിനെയും ഡയമണ്ടിനെയും ഒക്കെ 100 days ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ആ സമയത്ത് മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. കൊറോണ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൊറോണ കോവിഡ് സിറ്റുവേഷനിൽ പല ആളുകൾക്കും ആ ഒരു പാൻഡമിക്കില് ഉള്ള ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ആ സമയത്ത് ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവിടെ ഒരു പോസിറ്റീവ് നമുക്കൊരു പോസിറ്റീവ്നെസ് നമുക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം അവിടെ നമുക്കൊരു എൻട്രി കിട്ടിയാൽ മതി. ശരിക്കും നമ്മളെ പോകുന്നിടമെന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഓരോ വീടുകളുടെ ടെറസിലും ഹോളിലും ഒക്കെ ആയിട്ട് എന്റെ വീട്ടിൽ ആ സമയത്ത് ഗോൾഡിനെ ഡയമണ്ടിനെ ഒക്കെ എനിക്ക് റിസൾട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ ഡൽഹി FRUവിന് പോരുമ്പോൾ എടുത്തൊരു തീരുമാനം, അടുത്തൊരു FRU ഉണ്ടെങ്കിൽ ഞാൻ UCD കംപ്ലീറ്റ് ചെയ്തിട്ടേ കയറുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നിട്ട് UCD കംപ്ലീറ്റ് ചെയ്ത് 2022 ഹൈദരാബാദ് FRUവിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് UCD കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് FRU ഹൈദരാബാദ് നടക്കുമ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഒരു ബിഗ് കൺഗ്രാറ്റ്സ് മാഡത്തിന്. FRUവിനല്ല, ഞാൻ 2022 FRUവിലെ ഈ സ്റ്റേജിൽ ഞാൻ ഓ ശരി 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 ശരി. ഓക്കെ ഓക്കെ ഓക്കെ. ശേഷമാണ് ഈ ഒരു FRU വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 27 വർഷമായിട്ട് കാർ ഓടിക്കുന്ന ആളാണ്. പക്ഷെ സ്വന്തമായിട്ട് ഞാൻ എന്റെ പേരിലൊരു കാർ വാങ്ങിയത് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഞാൻ ഒരു 12 ലക്ഷം രൂപയുടെ ഒരു അർബൻ ക്രൂസർ സ്വന്തമാക്കി. അതുപോലെ തന്നെ തായ്ലൻഡ് ട്രിപ്പുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദൈവം സഹായിച്ചാൽ ഈ വരുന്ന സെപ്റ്റംബറിൽ സ്വിറ്റ്സർലൻഡിൽ പോകണമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഈ ബിസിനസ്സിലൂടെ ഞാൻ നേടിയെടുത്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ആരോഗ്യമാണ്. താങ്ക് യു മാഡം.